Hi friends, KTET Category 3 Physical Science Part 4 Question and Answer Explanation ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ കുറേ കുട്ടികൾ ചോദിച്ചിരുന്നു കാറ്റഗറി 1 കാറ്റഗറി 2 വയ്ക്കും എല്ലാ ക്വസ്റ്റ്യൻസും ഇങ്ങനെ ഓപ്ഷൻസായി കൊടുത്തിരുന്നല്ലോ എന്ന്. അപ്പോൾ അതുപോലെ എന്തുകൊണ്ട് കാറ്റഗറി 3 ചെയ്യുന്നില്ല എന്നാണ് പലരും ചോദിക്കുന്നത്. വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് പലർക്കും ഓപ്ഷൻസ് കിട്ടിക്കഴിഞ്ഞാലും ആൻസർ എങ്ങനെയാണ് കിട്ടിയതെന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ അതിലധികമോ ആൻസേഴ്സ് ശരിയായി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേറ്റവും കറക്റ്റായിട്ടുള്ള ആൻസറിലേക്ക് ഞാൻ എങ്ങനെയാണ് എത്തിയത് എന്നോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ. ചില കൂട്ടുകാർക്ക് അറിയണത് എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആൻസേഴ്സൊക്കെ ഞാൻ എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത് എന്നാണ്. പിന്നെ ചിലർക്ക് ചില ക്വസ്റ്റ്യൻസ് ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ ആൻസർ ഇടുമ്പോൾ അവർക്ക് വേറെ അവരുടെ ഐഡിയ വെച്ചിട്ടാണ് വേറൊരു ആൻസർ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മാച്ച് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്ന കുറേ ഫീഡ്ബാക്കുകൾ എന്ന് പറയുന്നത്. എല്ലാ ഫീഡ്ബാക്കുകളും അപ്പോൾ അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കീ ഇടുന്നതിനേക്കാളും ബെറ്റർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് ഞാൻ എങ്ങനെ എത്തിച്ചേർന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനും കൂടി നിങ്ങൾക്ക് തരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ അത് ഉപകാരപ്രദമാകും. അപ്പം ഞാൻ ചിന്തിച്ച പോലെ തന്നെ നിങ്ങൾ ചിന്തിക്കണമെന്നില്ല, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ഞാനും ചിന്തിക്കണമെന്നില്ല. ഇനി നമ്മൾ രണ്ടു കൂട്ടരും ചിന്തിക്കുന്ന പോലെ ആവണമെന്നില്ല കേട്ടറ്റിൻ്റെ ഒഫീഷ്യൽ ആൻസർ കീ വരുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഒരു ഒഫീഷ്യലല്ല, ഒരു അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആൻസർ കീ ആണ് നമ്മൾ തരുന്നത്. കാരണം ഞാനൊരു ഗവൺമെൻറ് അല്ലല്ലോ. അപ്പോൾ ഒഫീഷ്യൽ ആൻസർ കീ ആണ് നിങ്ങളുടെ ഫൈനൽ റിസൾട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പാരാമീറ്റർ. നമ്മളപ്പോൾ ഒരു ചെറിയൊരു എന്താ പറയുക, നിങ്ങളെ പോലെ തന്നെ ഞാനും ഒരു എക്സാം നിങ്ങളെ പോലെ തന്നെ എഴുതി ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു കീ ആണ് എടുത്തത്. അതൊരിക്കലും ഒരു ഒഫീഷ്യൽ കീ ആയിട്ട് നിങ്ങൾ എടുക്കരുത്. ചിലപ്പോൾ ഞാൻ ശരി എന്ന് പറയുന്ന ആൻസറുകൾ ഒഫീഷ്യൽ ആൻസർ കീയിൽ തെറ്റായിട്ട് വരാം, അല്ലെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനെ വേണമെങ്കിലും മാറ്റം വരാം. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ആൻസർ കീ ആണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ 1-2 മാർക്കിനൊക്കെ വ്യത്യാസം വന്നിട്ടുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ആരും പേടിക്കേണ്ട. ഫൈനൽ ആൻസർ കീ ആണ് നിങ്ങൾ പരമാവധി ചെക്ക് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്കൊരു വഴി പറഞ്ഞു തരുന്നു എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആരും വിഷമിക്കുന്നത് വേണ്ട. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ കോഡ് എ, കോഡ് ബി, കോഡ് സി, ഡി അങ്ങനെയൊന്നും ചെയ്യാണ്ട് ഡയറക്റ്റായിട്ട് ചെയ്യുന്നത്. പിന്നെ പറയുമല്ലോ, ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹയർ സെക്കൻഡറിയുടെ റിവിഷൻ അതുപോലെ തന്നെ മോഡൽ എക്സാമുകളൊക്കെ നടക്കുന്നൊരു സമയമാണ്. നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്. അപ്പോൾ അതിനിടയിൽ നിന്ന് കിട്ടുന്ന കുഞ്ഞു സമയങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇത് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നും നാളെയായിട്ട് എല്ലാം അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത് വേഗം സമയങ്ങൾ അതിനെ വേഗം നോക്കാം. പാർട്ട് 4 നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് വയലേറ്റ് ദി ഒക്ടേറ്റ് റൂൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒക്ടേറ്റ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? ഒരു ആറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വന്നാലാണ് അത് സ്റ്റേബിളായിട്ട് മാറുക എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ഒരു നിയമത്തിനെ തെറ്റിച്ചുകൊണ്ടും ചില ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റേബിൾ ആകാറുണ്ട്. അത് ഇതിലേതാണ് എന്നാണ് അവർ ചോദിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് ഇപ്പോൾ ഞാൻ കണ്ടെത്തിയത് എന്താണ്? SF6 ആണ്. SF6. അപ്പോൾ എസ് എന്ന് പറയുമ്പോൾ 1, 2, 3, 4, 5, 6 വാലൻസ് ഇലക്ട്രോൺസ് വരുന്നുള്ളൂ. 8 വന്നാലാണ് സ്റ്റേബിൾ ആകുള്ളൂ. പക്ഷെ ഇവിടെ 6-1 അത് വയലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റീസണും കൂടി പഠിച്ചു വയ്ക്കുക. എക്സ്പാൻഡഡ് വാലൻസ് ഷെൽ മോഡലാണ് അതിൻ്റെ റീസണായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ആൻസർ എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് റിസൾട്ടായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ആംഗിൾ ഓഫ് കോണ്ടാക്ട് പ്യുവർ വാട്ടർ ആൻഡ് പെർഫെക്റ്റ്ലി ക്ലീൻ ഗ്ലാസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ പെർഫെക്റ്റ്ലി ക്ലീൻ ഗ്ലാസ് അല്ലെങ്കിൽ പ്യുവർ വാട്ടർ എന്ന് പറഞ്ഞ് ഡിസ്റ്റിൽഡ് വാട്ടർ അങ്ങനെ ഓരോന്നിനും വരുമ്പോൾ റെസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ ആംഗിൾ ഓഫ് കോണ്ടാക്ട് ചേഞ്ച് ചെയ്യും. പക്ഷെ പ്യുവർ വാട്ടർ ആൻഡ് പെർഫെക്റ്റ്ലി ക്ലീൻ ഗ്ലാസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്? 0 ആണെന്നുള്ളത് ഓർത്തിരിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നോട്ട് ട്രൂ റിഗാർഡിങ് സർഫേസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ അല്ലെങ്കിൽ പ്രതലബലവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത കാര്യം ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. കാപ്പിലറി ആക്ഷൻ ഈസ് പ്രോപ്പർലി എന്നാണ് അവർ അതിൽ പറഞ്ഞു വെച്ചേക്കുന്നത്. കാപ്പിലാരിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്? സർഫേസ് ടെൻഷനിൽ കാണാം. എനർജി റിക്വയർഡ് ടു സ്ട്രെച്ച് ഓർ ഇൻക്രീസ്. എനർജി കൂടുമ്പോൾ സംഭവിക്കുന്നുണ്ട്, അതിന് മെമ്പറിൻ്റെ സ്ട്രെച്ചിങ് സംഭവിക്കാം. അത് ഡെഫിനിഷൻ തന്നെ പറയുന്നുണ്ട്. ലിക്വിഡ് ദാറ്റ് ഹാവ് സ്ട്രോങ് ഇൻട്രാമോളിക്കുലാർ ഫോഴ്സസ് ആണ്.
ലിക്വിഡ്സിലുള്ള എല്ലാ പാർട്ടിക്കിൾസിനും എന്തുണ്ട്, ഇൻട്രാമോളിക്കുലർ ഫോഴ്സ് ഉണ്ട്. ഇൻ കേസ് ഓഫ് മെർക്കറി, ഹൊഗസീവ് ഫോഴ്സ് ലെസ് ദാൻ അഡ്ഹസീവ് ഫോഴ്സ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ രണ്ട് കണ്ടീഷനായിട്ട് നമ്മൾ കൊടുത്തേക്കാണ്. കാപ്പിലറി ആക്ഷൻ ആണോ അല്ലെങ്കിൽ കോഹസീവ് ഫോഴ്സ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മുടെ വലിയ ബുക്കിലേക്ക് കണ്ടുവച്ചേക്കേണ്ടത് ഇതാണ്, കോഹസീവ് ഫോഴ്സ് ഈസ് ലെസ് ദാൻ അഡ്ഹസീവ് ഫോഴ്സ് എന്നാണ് കണ്ടേക്കുന്നത്. ഒരു ബുക്കിലതിന് കാപ്പിലറി ആക്ഷൻ ഈസ് പ്രോപ്പർലി എന്നുള്ള വാല്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ രണ്ട് ആൻസറിലെ ഏറ്റവും ആക്യുറസി എന്ന് പറയുന്നത് മെർക്കുറീസ് കോഹസീവ് ഫോഴ്സ് ഈസ് ലെസ് ദാൻ അഡ്ഹസീവ് ഫോഴ്സ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ലെൻസ് യൂസ് ടു കറക്റ്റ് ഫാർ സൈറ്റഡ്നെസ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. അതിൻ്റെ 3 ഓപ്ഷൻ തന്നിട്ടുണ്ട്, കോൺകേവ്, കോൺവെക്സ്, സിലിണ്ടറിക്കൽ ആൻഡ് പ്ലെയിൻ ഗ്ലാസ്. അപ്പോൾ കോൺകേവ് എന്ന് പറയുകയാണെങ്കിൽ അത് മയോപ്പിയ അല്ലെങ്കിൽ നിയർ സൈറ്റഡ്നെസ്സിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. കോൺവെക്സ് എന്ന് പറയുകയാണെങ്കിൽ ഹൈപ്പർമെട്രോപ്പിയ അല്ലെങ്കിൽ ഫാർ സൈറ്റഡ്നെസ്സിന് വേണ്ടിയാണ് ഉപയോഗിക്കുക. ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഫാർ സൈറ്റഡ്നെസ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കോൺവെക്സ് യൂസ് ചെയ്യാം. ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക്, സോളാർ എക്ലിപ്സ് ടേക്ക് പ്ലേസ് വെൻ, അതായത് സൂര്യഗ്രഹണം എപ്പോഴാണ് സംഭവിക്കുക. ഒരു സംശയം വേണ്ട, എന്താണ്, മൂൺ എന്ന് പറയുന്നത് എർത്തിനും സണ്ണിനും ഇൻ ബിറ്റ്വീനായിട്ട് വരുമ്പോഴാണ്. അടുത്ത് നോക്കുക, ഓപ്പറേഷൻ ഓഫ് ഹൈഡ്രോളിക് പ്രസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്, പാസ്കൽസ് ലോ എന്നാണ്. അപ്പോൾ ഇവിടെ കണ്ട ഒരു ഏരിയ ക്രോസ് സെക്ഷൻ ചെറുതാണ്, ഇവിടെ ഏരിയ ക്രോസ് സെക്ഷൻ വലുതാണ്. ഏരിയ ഡിഫറെൻ്റ് ആണെന്നുണ്ടെങ്കിലും പ്രഷർ എന്ന് പറയുന്നത് എല്ലാ പോയിന്റിലും സെയിം ആണ്. ഇൻ കേസ് ഓഫ് ഐഡിയൽ ലിക്വിഡ് ആണ് പാസ്കൽസ് ലോ എന്ന പേരിൽ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ഹെട്രോജീനസ് മിക്സ്ചർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ പഠിച്ചു വയ്ക്കുക, അയൺ ഫില്ലിങ്സ് പ്ലസ് സൾഫർ ആണ് അതിൻ്റെ ആൻസറായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത കണ്ടീഷൻ നോക്കുക, വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മാക്രോ മോളിക്കുലർ കൊളോയിഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എക്സ്പ്ലനേഷൻ നമുക്ക് പിന്നെ പറയാം. ആൻസർ പഠിച്ചു വയ്ക്കുക, സോപ്പ് സൊല്യൂഷൻ ആണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ അടുത്ത കണ്ടീഷൻ നോക്കുക, വാട്ടർ റീച്ചസ് ഇറ്റ് ഹയസ്റ്റ് ഡെൻസിറ്റി അറ്റ് ടെമ്പറേച്ചർ ഓഫ്, വാട്ടറിൻ്റെ ഡെൻസിറ്റി ഹൈ ആകുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്, ആൻസർ പഠിച്ചു വയ്ക്കുക, 4 ഡിഗ്രി. 13ാമത്തെ ഓപ്ഷൻ നോക്കുക, ലിക്വിഡ് മിക്സ്ചർ വിച്ച് ഡിസ്റ്റിൽസ് ഓവർ അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ വിത്തൗട്ട് എനി ചേഞ്ച് ഇൻ കോമ്പോസിഷൻ ഓഫ് ദി മിക്സ്ചർ ഈസ് കോൾഡ്, ആൻസർ ഓർത്തിരിക്കുക, അസിയോട്രോപ്പ്. അടുത്ത് നോക്കുക, കാഥോഡ് പ്രൊട്ടക്ഷൻ ഓഫ് അയോൺ എന്നാണ് ചോദിച്ചത്. അപ്പോൾ കാഥോഡ് പ്രൊട്ടക്ഷൻ ഓഫ് അയോൺ ചെയ്യുന്നത് പ്രധാനമായിട്ടും 3 ആൾക്കാരാണ്, സിങ്ക്, അലുമിനിയം, മഗ്നീഷ്യം. ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത് എന്തുമാത്രമാണ്, മഗ്നീഷ്യമാണ്. അപ്പോൾ ആൻസർ എന്താണ്, മഗ്നീഷ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ. അടുത്ത് നോക്കുക, കറക്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് K2SO4 ഈസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ഓർത്തിക്കുക, 1s2 2s2 2p6 3s2 3p6 4s1. അടുത്ത് നോക്കുക, സൈസ് ഓഫ് ഇമേജ് ഈസ് ഓൾവേസ് സ്മോളർ ദാൻ ഓബ്ജക്റ്റ് ഇൻ, എവിടെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ പഠിച്ചു വയ്ക്കുക, കോൺവെക്സ് മിറർ. അടുത്ത് ഓർക്കേണ്ടതാണ്, വിച്ച് അമംഗ് ദ 18 വിച്ച് അമംഗ് ദ ഫോളോയിങ് കണ്ടെയ്ൻഡ് മാക്സിമം നമ്പർ ഓഫ് പൈ ബോണ്ട്സ്. അസെറ്റിലിൻ ആണെന്നുണ്ടെങ്കിൽ 2 പൈ ബോണ്ട് ഉണ്ട്, 1 സിഗ്മ ബോണ്ട് ഉണ്ട്. ഹെക്സൈൻ ആണെങ്കിൽ 1 പൈ ബോണ്ടാണ്. 2 മീഥൈൽ 1,3 ബ്യൂട്ടിലൈൻ ആണെന്നുണ്ടെങ്കിൽ 2 സിഗ്മ ബോണ്ട് 2 പൈ ബോണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആൻസർ എന്താണ് വരും, പെൻറ്റ് L-E-N 4/Ne എന്ന പേരിലാണ് അതിൻ്റെ ആൻസർ റെപ്രസെൻറ്റ് ചെയ്യുക. പൈ ബോണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്കിവിടെ പഠിച്ചു വയ്ക്കുക കേട്ടോ. ഇനി അടുത്തതായിട്ട് ഓർത്തിരിക്കേണ്ട സംഭവമാണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. ആൻസർ പഠിച്ചു വയ്ക്കുക, ഡി ഓപ്ഷനാണ്, ഈസിലി ആക്സെപ്റ്റിംഗ് അതേഴ്സ് ഒപ്പീനിയൻ. പ്രോജക്റ്റ് മെത്തേഡ് ഈസ് അസോസിയേറ്റഡ് വിത്ത്, കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ക്വസ്റ്റ്യനാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ജോൺ ഡ്യൂയി ആണ് പ്രോജക്റ്റ്, ഈ പ്രാഗ്മാറ്റിക് ഫിലോസഫിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പ്രോജക്റ്റ് മെത്തേഡ് വരുന്നത്. പക്ഷെ ഓപ്ഷനിൽ എന്തില്ല, ജോൺ ഡ്യൂയി വരുന്നില്ല. പക്ഷെ അതിൽ വരുന്ന മറ്റൊരാളുടെ പേരാണ് കിൽ പാട്രിക് എന്ന പേര് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ കെ സോമിൻ്റെ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത് B.Edൽ പഠിക്കുന്ന ബുക്ക് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാം. അപ്പോൾ ജോൺ ഡ്യൂയി ആണ് കറക്റ്റ് ആൻസർ, അല്ലെങ്കിൽ പിന്നെ വരുന്ന ആൻസർ അതാണ് കിൽ പാട്രിക്. അടുത്ത് നോക്കുക, വിച്ച് ടൈപ്പ് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് പിയാഷെ. സ്കീമ, ZPD, അസിമിലേഷൻ, അക്കോമഡേഷൻ. ഈ പിയാഷയുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റേജിൽ പഠിച്ചിട്ടുണ്ട്, അസിമിലേഷൻ, അക്കോമഡേഷൻ, എക്വിലിബറേഷൻ. അക്കോമഡേഷനിൽ വരുന്ന മറ്റൊരു വാക്കാണ് സ്കീമ. പക്ഷേ SPD എന്നുള്ളത് കൊണ്ടുവന്നവരാണ് വൈഗോട്സ്കിയാണ്. അപ്പോൾ അസോസിയേറ്റഡ് അല്ലാത്തതാണ് വൈഗോട്സ്കി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക.
ഇനി നോക്കേണ്ടതാണ് ഹേബർ പ്രോസസ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. ആൻസർ. അടുത്ത് നോക്കുക, ദ നമ്പർ ഓഫ് നൈട്രേറ്റ് അയോൺസ് ഇൻ 1 മോൾ ഓഫ് സിങ്ക് നൈട്രേറ്റ് ഈസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ പഠിച്ചു വയ്ക്കാം. 2 moles ഓഫ് നൈട്രേറ്റ്. കാർബോക്സിലിക് ആസിഡ് ആർ ഐസോമറിക് വിത്ത് എസ്റ്റേറ്റ്സ്. അടുത്ത് നോക്കുക, ആസിഡ് ഹാവിംഗ് ദ ഹയസ്റ്റ് ബേസിസിറ്റി എമംഗ് ദ ഫോളോയിങ്. ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ എന്താണ് പറയുക? ഫോസ്ഫോറിക് ആസിഡ് എന്നുള്ള ആൻസർ പഠിച്ചു വയ്ക്കുക. അടുത്ത് നോക്കുക, അക്കോർഡിംഗ് ടു ബ്രൂണർ ദ സ്റ്റേജ് അറ്റ് വിച്ച് നോളജ് ഇസ് റെപ്രസെൻറ്റഡ് ത്രൂ ഇമേജസ് ഈസ് കോൾഡ് ഐക്കോണിക് സ്റ്റേജ്. ഐഡന്റിഫൈ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടെക്നിക്സ് ഫോർ ട്രാൻസാക്ടിങ് ദ കോൺസെപ്റ്റ് ഓഫ് റുദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. പഠിച്ചു വയ്ക്കുക. കമ്പ്യൂട്ടർ സ്റ്റിമുലേഷൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ആക്ടിവിറ്റി എയ്ഡ്. ആക്ടിവിറ്റി എയ്ഡ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ പഠിച്ചു വയ്ക്കുക. ഫീൽഡ് ട്രിപ്പ്. ഇനി CCEയുമായി ബന്ധമില്ലാത്ത സംഭവം, കൺസിഡറിങ് ഓൺലി സ്കോളസ്റ്റിക് ആസ്പെക്ട്സ്. അത് മാത്രമല്ല, കുറേ കാര്യങ്ങൾ അവരത് ഡീൽ ചെയ്യുന്നുണ്ട്. ഇൻഫോർമൽ ഇവാലുവേഷൻ, ഡൗട്ട് ബട്ട് ടീച്ചേഴ്സ്, മൾട്ടിപ്പിൾ ടെക്നിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഡയഗ്നൈസിങ് വീക്ക്നെസ് ഓഫ് സ്റ്റുഡൻറ്റ് എല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് നമുക്ക് പറയാം കൺസിഡറിങ് ഓൺലി സ്കോളസ്റ്റിക് ആസ്പെക്ട്സ് എന്നുള്ള ആൻസർ പഠിച്ചു വയ്ക്കാം. അടുത്ത് നോക്കുക, വാട്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഈസ് യൂസ്ഫുൾ ഫോർ കളക്ടിങ് മോർ ക്രിയേറ്റീവ് ഐഡിയാസ് റിഗാർഡിംഗ് ദ ഹാംഫുൾ ഇഫക്ട്സ് ഓഫ് ആർട്ടിഫിഷ്യൽ ഡ്രിങ്ക്സ്. കൂടുതൽ കോൺസെപ്റ്റുകൾ പറയാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? എസ്എ സിസ്റ്റമാണ് നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത് നോക്കുക, ദ ലോജിക്കൽ ആൻഡ് സിസ്റ്റമാറ്റിക് ബ്രേക്കപ്പ് ഓർ ദ കരിക്കുലം ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ പെഡഗോഗി ഈസ്. ആൻസർ പഠിച്ചു വയ്ക്കുക. പെഡഗോജിക്കൽ അനാലൈസിസ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതും പഠിച്ചു കഴിഞ്ഞല്ലോ. ഇനി നമുക്കിനി 2 ക്വസ്റ്റ്യനും പറയാം. ഇപ്പോൾ വേണ്ടി ബാക്കിയുള്ളത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. NCF 2005 ലൈസ് മോർ എംഫസൈസ് ഓൺ കൺസ്ട്രക്റ്റിവിറ്റിസം. സയൻസ് ഈസ് ദ പെർസ്യൂട്ട് ഓഫ് ട്രൂത്ത്. ദ വാല്യൂ ഓഫ് സയൻസ് റിഫേർഡ് ഹിയർ ഈസ് ചോദിച്ചേക്കാണ്. മോറലുണ്ട് സോഷ്യലുണ്ട്, പക്ഷേ കൂടുതൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് സോഷ്യലാണ്. ഇവിടെ നേരെ പഠിച്ചു വയ്ക്കാം. ബാക്കിയുള്ള ആൻസേഴ്സ് നമ്മളൊരു 2 മണിക്കൂറിനുള്ളിൽ ഞാൻ വീട്ടിലെത്തും. വീട്ടിലെത്തിയതിന് ശേഷം ബാക്കിയുള്ളത് പറഞ്ഞു തരാം. ഓക്കെ, താങ്ക് യു.